വാർത്തകൾ വിശദമായി. രാസലഹരി പരിശോധനയ്ക്കിടെ പിടിയിലായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന്റെ കേസ് ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, ബുജൈറിന്റെ കേസ് ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും ബുജൈറിന്റെ കേസ്, ജാമ്യാപേക്ഷ സംബന്ധിച്ച കേസ് ഇന്ന് പരിഗണിക്കുക. നേരത്തെ 2 തവണ ബുജൈറിന്റെ കേസ് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് വീണ്ടും ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം സെഷൻസ് കോടതിയാണ് ഇന്ന് ഇക്കാര്യം പരിഗണിക്കുക. പ്രധാനമായും നമുക്കറിയാം, ഈ കേസുമായി സംബന്ധിച്ച രാസലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്കിടെയാണ് ജുബൈറ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജുബൈറിനെ ഇപ്പോൾ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജുബൈർ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജുബൈറിനും നേരത്തെ അറസ്റ്റിലായ റിയാസും തമ്മിൽ ചെറിയൊരു രാസലഹരി ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു മൊബൈൽ സന്ദേശം നേരത്തെ റിയാസിന്റെ പക്കൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ജുബൈറിന്റെ മൊബൈൽ പാസ്വേഡ് ചോദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൊബൈൽ തുറന്ന് പരിശോധിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല. പാസ്വേഡ് പറഞ്ഞു നൽകാത്തതിനാലാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് പരിശോധിക്കാൻ കഴിയാതെ വന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത്തരത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ജുബൈർ ഈ ഒരു കേസുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായും ഇന്ന് കോടതിയിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ നീട്ടിക്കിട്ടാനുള്ള അപേക്ഷയും ഇതിനോടകം ഉദ്യോഗസ്ഥർ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇടനിലക്കാർ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ നീട്ടിക്കിട്ടാനുള്ള അപേക്ഷ ലഭിക്കുകയും ഒരു പക്ഷേ ഈ ഒരു കേസ് വീണ്ടും മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും ഇതിനോടകം കാണുന്നുണ്ട്. ദീപ്തി, ശരി. രാസലഹരി പരിശോധനയ്ക്കിടെ പിടിയിലായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന്റെ കേസ് ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികർ മരിച്ചു. തുരുത്തിയാട് സ്വദേശികളായ സജിൻ ലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികർ മരിച്ചു. തുരുത്തിയാട് സ്വദേശികളായ സജിൻ ലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബാലുശ്ശേരിയിലാണ് ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തുരുത്തിയാട് സ്വദേശികളായ സജിൻ ലാലും ബിജീഷും എന്നിവർ മരിച്ചത്. നിലവിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഉള്ള അപകടത്തിൽ 2 പേർ മരിച്ചു. തുരുത്തിയാട് സ്വദേശികളായ സച്ചിൻ ലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിലാണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഏറെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:50 ഏകദേശം 12 മണിയോട് അടുക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുത്തിയാട് സ്വദേശികളായ സജിൻ ലാൽ, ബിജീഷ് എന്നിവർ ഭക്ഷണം വാങ്ങുന്നതിന് പെയിന്റിംഗ് തൊഴിലാളികളാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഭക്ഷണം വാങ്ങുന്നതിനായി പുറത്തേക്ക് പോയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപകടത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ടിപ്പർ ലോറിക്ക് പുറകിൽ വരുന്ന ബസ്സിന്റെ CCTV ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ ബസ്സിന്റെ ഈ ഒരു CCTV
CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതായത് ഈ ലോറി മുൻപിലേക്ക് എടുക്കുന്നതും അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുൻപിലായിട്ട് മറ്റു 2 ബൈക്കുകളുമുണ്ട്. ആദ്യത്തെ ബൈക്കിൽ നിന്നും ഒരാൾ എണീറ്റ് നിൽക്കുന്നതും കാണാം. മറ്റു 2 ബൈക്കിലുണ്ടായിരുന്ന തിരുത്തിയാട് സ്വദേശികളായ സജിൻലാൽ, ബിജീഷ് എന്നിവരുടെ ശരീരത്തിലൂടെയാണ് ഈ ടിപ്പർ ലോറി കയറി ഇറങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ വീണ് കിടക്കുന്നത് ഒരു പക്ഷേ ടിപ്പർ ലോറിക്കാരൻ കണ്ടു കാണില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന 2 പേർ വീണ് കിടക്കുന്ന സമയത്ത് ഇവരുടെ ദേഹത്തു കൂടെ ഈ ടിപ്പർ ലോറി കയറി ഇറങ്ങിയതായിരിക്കാം ഈ ഒരു മരണകാരണം എന്നുള്ളതാണ്. പക്ഷെ ഇതിനു മുൻപ് തൊട്ട് മുൻപ് ഈ 2 വാഹനങ്ങൾ, അതായത് ഈ 2 ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു പക്ഷെ തെറിച്ച് പോയതായിരിക്കാം ഈ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ വ്യക്തമായ ഒരു കാരണം ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി അഭിന, കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികർ മരിച്ചു. തുരുത്തിയാട് സ്വദേശികളായ സച്ചിൻ ലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.